പണ്ട് കാലത്ത് വിഷുക്കൈനീട്ടം കൊടുക്കുന്നതിനും ഓരോ രീതികളുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളെല്ലാവരും കൂടി കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന വ്യക്തിയാണ് കൈനീട്ടം കൈമാറേണ്ടത്. വെറ്റിലയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വിഷു കൈനീട്ടം കൈമാറേണ്ടത്. ഈ വെറ്റിലയിൽ 5 വസ്തുക്കൾ നിർബന്ധമാണ്. അതായത് അടയ്ക്ക, നാണയങ്ങൾ, കൊന്നപ്പൂവ്, സ്വർണം. ഇനി ഓരോരുത്തർക്കായിട്ട് നമുക്ക് വിഷു കൈനീട്ടം കൈമാറേണ്ടതാണ്. കൈനീട്ടം കിട്ടുന്ന ആളത് തുറന്ന് നോക്കി അതിലെ എല്ലാ വസ്തുക്കളും കണ്ണും മനസ്സും കുളിർമയോടെ കാണുക. അതിനുശേഷം കൈനീട്ടം തിരിച്ച് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു വെക്കുക. തന്ന ആൾക്ക് ഒരിക്കലും അത് തിരിച്ചു കൊടുക്കരുത്, അത് ഐശ്വര്യക്കേടാണ്. തുടർന്ന് മുതിർന്ന വ്യക്തി അടുത്ത ആളെ വിളിച്ച് വിഷു കൈനീട്ടം കൈമാറേണ്ടതാണ്. എല്ലാ കുടുംബാംഗങ്ങളും കൈനീട്ടം വാങ്ങിയതിന് ശേഷം വീട്ടിലെ ആ മുതിർന്ന വ്യക്തി ആ കൈനീട്ടത്തിൻ്റെ കൂട്ട് താഴോട്ടൊന്ന് കുടയുക. അങ്ങനെ എല്ലാ ഐറ്റംസും താഴോട്ട് വീഴുന്നതാണ്. അപ്പോൾ അതിൻ്റെ 1 രൂപ കോയിൻ എടുത്തിട്ട് ഒന്ന് നമ്മൾ നോക്കുക. അതായത് താഴോട്ട് വീണ കോയിൻസ് എടുത്ത് ഒന്ന് നോക്കുക. ഇനി 1 രൂപ നാണയത്തിൻ്റെ ഹെഡ് പോർഷനാണ് വീഴുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി വരുന്ന വർഷം സമാധാനവും ശാന്തിയും ഐശ്വര്യവും ആയിരിക്കുമെന്നാണ് പറയുന്നത്. അല്ല ടെയിൽ പോർഷനാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വർഷം സാമ്പത്തിക അഭിവൃദ്ധി ആയിരിക്കുമെന്നും പറയാറുണ്ട്. ഇതെല്ലാം പണ്ട് കാലത്ത് എല്ലാവരും ആചരിച്ച് വരുന്ന ഒരു രീതികളാണ്. ഇതൊക്കെ അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഷു കൈനീട്ടം ഈ രീതിയിലൊന്ന് കൊടുത്തു നോക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.